ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു സൺഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇപ്പോൾ രാവിലെ തന്നെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ 6:30ക്കാണ് കുർബാന. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ പോവുകയാണ്. അപ്പം ഞാനിതിന് മുന്നേയൊക്കെ സ്കൂളിലിരിക്കുന്ന വീഡിയോയുടെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാട്ടോ നമ്മുടെ പള്ളി ഇരിക്കുന്നത്. അപ്പോൾ ഇതാട്ടോ ഈ ടവറിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് പള്ളി ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം പള്ളിയിൽ ചെന്ന് കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വന്നിട്ട് നമുക്ക് കുറച്ച് കുടംപുളി പറക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കുടംപുളിയുടെ മരം നിൽക്കുന്നത്. ഇതുണ്ട് കുറേ ഇച്ചിരി നല്ല പച്ചപ്പ് കാണുന്ന കേട്ടോ നമ്മുടെ കുടംപുളി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല വെയിലാണ്. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നീലാകാശം. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് കപ്പളവും കാപ്പിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ട് നമ്മുടെ കുടംപുളിയെല്ലാം. നമുക്കിത് കണ്ടതുപോലെ കാണാം അടുത്ത്. അപ്പം വെയിലൊക്കെ ആകുന്നതിനനുസരിച്ച് കുടംപുളി പഴുത്തിട്ട് പെട്ടെന്ന് താഴേക്ക് വീഴാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പെറുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വർഷം വേണേലും നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര വർഷം വേണേലും നമുക്ക് കുടംപുളി സൂക്ഷിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ കറിക്ക് അത്യാവശ്യമായിട്ട് ചേർക്കേണ്ട, നമുക്ക് മിക്ക ആളുകൾക്കും ഒഴിച്ചു കൂട്ടാനാവാത്ത ഒരു സാധനമാണ് നമ്മുടെ കുടംപുളി. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത കേട്ടോ ചാടി കിടക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പച്ചയ്ക്കും മീൻ പീര ഉണ്ടാക്കാനെടുക്കാം, മീൻ കറിക്കൊക്കെ എടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പച്ചപ്പുളി ഉപയോഗിച്ചുകൊണ്ടുള്ള മീൻ കറി. അപ്പോൾ ഇവിടെ എല്ലാം കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം നമുക്ക് പെറുക്കിയെടുത്തതിന് ശേഷം കാണാമേ. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ പെറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇച്ചിരി ചെരിവായത് കാരണം കൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് വരുന്നതാട്ടോ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ കിടപ്പുണ്ട് കേട്ടോ പുളി. ഇതുകൊണ്ട് ഇതുപോലെ പഴുത്ത് താഴോട്ട് വീഴുന്നതാട്ടോ. അപ്പോൾ ചില സൈസ് പുളിയെന്ന് പറഞ്ഞാൽ താഴെ വീഴുമ്പോഴത്തേക്കും പൊട്ടിച്ചെതറിപ്പോവും കേട്ടോ. അപ്പോൾ ഇതങ്ങനെ പൊട്ടിച്ചെതറാറില്ല. ജലാംശം കുറവുള്ള സ്ഥലത്ത് നിൽക്കുന്നതാണല്ലോ, അത് കാരണം കൊണ്ട് അങ്ങനെ ഇതുകൊണ്ട് ഇതേപോലെ പഴുത്ത് താഴോട്ട് വീണേക്കുന്നതാട്ടോ. ഇനി ഇത് മൊത്തം നമുക്ക് പെറുക്കിയെടുത്തതിന് ശേഷം കാണാമേ. ഇപ്പം പുളിയെല്ലാം ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ പുളിക്ക് തീയിട്ട് ഉണങ്ങി എടുത്ത് വെച്ചിരിക്കുന്ന പുളി നമുക്ക് തിരിഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ. കാരണം നമ്മളിത് വിറക് ഉപയോഗിച്ചാണ് തീയിടുന്നത്. നമ്മൾ പ്ലാസ്റ്റിക്കോ തുണിയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അങ്ങനെയൊക്കെ ഉപയോഗിച്ച് പുളി ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ചുവ വരും കേട്ടോ. അപ്പോൾ നമ്മളിത് വിറക് ഉപയോഗിച്ചാട്ടോ നന്നായിട്ട് തീയിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതുപോലെ കറുത്തൊക്കെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഉണങ്ങിയെടുക്കാനായിട്ടും ഇപ്പോൾ ഉണങ്ങിയതിപ്പോൾ ഞാൻ തിരിഞ്ഞ് മാറ്റി എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിത് പൊട്ടിച്ച് നമുക്ക് വേറെ വെച്ച് കൊടുക്കാനുള്ള ഇട കിട്ടുമല്ലോ കേട്ടോ. ഇനി ഇങ്ങനെ തിരിഞ്ഞ് മാറ്റുന്ന പുളി നമ്മൾ ഉപ്പുനീര് തിരുമ്മി വെക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എത്തോരം നാൾ വേണേലും പുളി നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് കറുത്ത കളർ വീണിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി വേണമെങ്കിൽ ഇതിന് പുക ഇട്ട് കൊടുക്കാം കേട്ടോ. പുകയും ചൂടും ഒരുപോലെ വേണം ഇതിന് പുളി ഉണങ്ങാനായിട്ട്. വെയിലത്തൊക്കെ വെച്ച് ഉണങ്ങുന്ന പുളിനേക്കണിയും നല്ല ടേസ്റ്റുള്ളതാണ് നമ്മളിങ്ങനെ പുകയത്ത് വെച്ച് ഉണങ്ങിയെടുക്കുന്ന പുളി കേട്ടോ. ഇനി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാവേ. അപ്പം ഞാൻ പറക്കിക്കൊണ്ട് വന്ന പുളി ഒന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഇത് കണ്ടിന് ഞെടുപ്പ് സഹിതം നമ്മൾ ഇതിൽ നിന്ന് അടർത്തി മാറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ പുളി നമുക്ക് നന്നായിട്ട് ഉണങ്ങിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ പുളിയുടെ കുരു മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇതേമാതിരി നമുക്കിത് പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ കുരു മാറ്റി, അല്ലെങ്കിൽ നമുക്കിതൊരു വള്ളിയിൽ കോർത്തിട്ടാണെങ്കിലും നമുക്ക് ഉണങ്ങിയെടുക്കാം. പക്ഷേ ഇത് നമ്മൾ ചേരയിൽ വെച്ചാണ് നമ്മൾ ഉണങ്ങിയെടുക്കുന്നത്.
ഇത് ഉണങ്ങിയെടുത്തതിന് ശേഷം ഒരു 3-4 കിലോ ഒക്കെ ഉണക്കിയാകുമ്പോഴത്തേക്കും നമ്മൾ കല്ലുപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അതൊരു 2 ഗ്ലാസ് വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉപ്പുനീരിനകത്ത് തിരുമ്മിയെടുത്തിട്ട് സൂക്ഷിച്ച് ഒരു കവറിലൊക്കെ കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തോരം നാൾ വേണമെങ്കിലും പുളി കേടുകൂടാതെ സൂക്ഷിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വർഷങ്ങളോളം പുളി ഈ ഒരു രീതിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ ചില പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപോലെ അടർത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടും. പക്ഷെ ചിലത് അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമാകുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഇതേപോലെ ഞാനിത് മുഴുവൻ പൊട്ടിച്ചെടുക്കുവാണേ. ഇതേപോലെ തന്നെ നമുക്ക് ഉള്ളതാണ് മറ്റേ വാളംപുളി ചില സ്ഥലങ്ങളിലൊക്കെ വാളംപുളി മീനകത്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഇങ്ങോട്ടൊക്കെ കുടംപുളിയാട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പുളിയുടെ കുരുവാണേലും നമുക്ക് ഉപ്പുപൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമുക്കിത് തിന്നാനായിട്ട് നല്ലതാട്ടോ. അപ്പോൾ ഇതേപോലെ ഫുള്ള് ഇത് കണ്ടോ, ഇതേപോലെ കിട്ടും കേട്ടോ ചില തവണ നമുക്കിതിൻ്റെ കുരു അടർത്തിയെടുക്കുമ്പോഴേ. ഇനി ഇത് നമുക്ക് ചേരയിലോട്ട് നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് തീയിട്ട് കൊടുത്ത് ഉണക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.